ഗുഡ് മോർണിംഗ്. ദാ ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞു. ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇവളെയും അമ്മമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക, അതുപോലെ തന്നെ ബെഡ് മേക്ക് ചെയ്യുക. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഇങ്ങനെ പുതപ്പൊക്കെ അങ്ങനെ വലിച്ചിട്ടിട്ട് പോണത് ഇഷ്ടമല്ല. അത് ഒന്ന് ഒതുക്കി വെക്കണം. അത് അച്ഛനായാലും അച്ഛന് നന്നായിട്ട് കേൾക്കാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ ഇട്ടിട്ട് പോണേന്. അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും എന്താ അച്ഛൻ രാവിലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിനല്ല ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നിട്ടുണ്ട്. നവമി എപ്പോഴേക്കും രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നവമിയുടെ കാര്യം പക്കയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വൈകിയാലും കുട്ടിക്ക് ഉള്ള ഫുഡ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ നോക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കുറേ പരിപാലനമാണ്. അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ പകൽ സമയത്തൊക്കെ. കാരണം എന്താ വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞ് കാണുന്നില്ലല്ലോ. എന്നെന്താന്നും വേണ്ട കൂടെ കൂടണം അതിന് നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അച്ഛന് വിചിത്രമായൊരു പൂതി ഇന്ന് കൂടിയിട്ടുണ്ട്. പൊതിച്ചോറ് പൂതി എന്താണാവോ. അപ്പോൾ എന്തായാലും നമുക്ക് പണിയാണ്. എന്തായാലും നോക്കാം, കഴിച്ച് സഹായിക്കാമെന്നാണ് പറഞ്ഞത്. കാണാം. ഈ പറയുന്ന പോലത്തെ കഴിപ്പൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കോഴി കുത്തുന്ന പോലെ കുറച്ച് കുത്തിയിട്ട് പോവും, അത്രേ ഉള്ളൂ. ഇനി നവമി അച്ഛനും തമ്മിലുള്ള മൽപ്പിടുത്തം കാണാം കുറച്ചു നേരം. അച്ഛടുത്ത് പറഞ്ഞു കൊടുക്കേ, ഫോൺ എടുത്തത് പറഞ്ഞു കൊടുക്കേ, ടാബും ഫോണും എടുത്തത് പറഞ്ഞു കൊടുക്കേ. ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മ പറഞ്ഞു കൊടുക്കും. ഇന്നലെ ഫോൺ എടുത്തില്ലേ? എടുത്തു. ഇന്നലെ ഫോൺ എടുത്തു, ടാബ് എടുത്തു, കളിച്ചു. അതൊക്കെ തൊടാൻ പോയി. ഒക്കെ പോയി. നവമിട്ട് പറഞ്ഞു കൊടുത്തു. കുക്കു പറഞ്ഞു കൊടുത്തു, അച്ഛടുത്ത് പറഞ്ഞു കൊടുത്തു. എന്താ അവളിങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു റിപ്ലൈ തരണ പോലെ ഏതോ ഒരു കോഡ് ഭാഷ പറയും. അവൾക്കേ മനസ്സിലാവുള്ളൂ അതെന്താന്നുള്ളത്. അങ്ങനെ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ജനലിൻ്റെ പുറത്ത് 2 പിജിയൻ വന്നിരിക്കേണ്ട, അവരെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും പണിക്ക് പോവുകയാണ്, അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി. പിന്നെ അവളിങ്ങനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അച്ഛനെ ഏൽപ്പിച്ചാൽ പിന്നെ കണക്കാണ്. അച്ഛൻ ഒരു വഴിക്കും അവളൊരു വഴിക്കുമാണ്. പക്ഷെ രണ്ടുപേരെ ഒതുക്കിയിരുത്താൻ പറ്റണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ ഓറഞ്ചൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ നിപ്പിൾ പോലത്തെ സാധനത്തിൽ, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അത് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ പൊതിച്ചോറിൻ്റെ മെനു എന്ന് പറയുന്നത് ബീട്രൂട്ട് ഉപ്പേരി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. ചിലർ തോരൻ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. ഉപ്പേരി, അതുപോലെ തന്നെ ബാക്കി ഞാൻ സെർവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ എന്താ രസം നേരത്തെ പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ അരിയണ തിരക്കിലും പിന്നെ അമ്മമ്മോട് എന്തൊക്കെയോ പറയണം. അതാണ് എന്നെ സഹായിക്കാൻ വന്ന 2 പേര്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അമ്മ അവിടെ അരിയുന്നു. അതെ, നേരം പോലെ അരിയാൻ പറഞ്ഞോ നോമ, പറഞ്ഞോളൂ. അക്രമം തുടങ്ങി. അങ്ങനെ അച്ഛനെ ഒരു വിധത്തിൽ ഒരു പരിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ പിന്നെ തിരിച്ച് വാങ്ങിച്ചു. കുളിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി ചായയും കുടിച്ചു. ഞങ്ങളെ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മുഖമൊക്കെ രാവിലെ എണീറ്റപ്പോഴേ കഴുകിയതാ, എന്നാലും ഒന്നുകൂടി കഴിച്ചിട്ടുണ്ട്. കുളിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല. വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാനുള്ള വാശിയൊന്നുമില്ല. നല്ല മടിച്ചായിരുന്നു കേട്ടോ ജനിച്ച സമയത്ത് കുളിക്കാനൊക്കെ. ഞങ്ങൾ കോട്ടയ്ക്കലായിരുന്നു ഈ പ്രസവ ശുശ്രൂഷയ്ക്കും കുളിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കുളിപ്പിച്ച ആ ചേച്ചി പറയും, ഇതുപോലെ കരഞ്ഞ ഒരു കുട്ടി ഇതുവരെ എൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്ന്. അതുപോലെ കരഞ്ഞവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ ചോർന്ന് നമുക്ക് തന്നെ പേടിയാവും, എന്താണിത് ഇങ്ങനെയെന്ന്. അങ്ങനെ പേടിയായിരുന്നു. പിന്നെ ശരിയായി. ഇപ്പോൾ പിന്നെ കയ്യിൽ വെള്ളമൊക്കെ വീണ കളിക്കാൻ നല്ല ഇഷ്ടമാണ് വെള്ളത്തിൽ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ട കലാപരിപാടി. അപ്പോൾ അവളുടെ കുളിയും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുളിച്ച് സെറ്റായി. ഇനി പൊതിച്ചോറ് റെഡിയാക്കാം. ആദ്യമേ ചോറ് വിളമ്പി, അടുത്തത് ചമ്മന്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ നമ്മുടെ സലാഡ് ഉണ്ടാക്കില്ലേ, അതുപോലെ തൈരൊക്കെ വെച്ച് ഒരു സലാഡ് ഉണ്ടാക്കി, ഒരു ഓംലെറ്റ് വെച്ചു. അതിന് ശേഷം മത്തി വറുത്തത്,
അത് മാത്രമല്ല മത്തി നന്നാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പെനഞ്ഞൽ എന്ന് പറയുക, അതായത് മത്തി കുഞ്ഞുങ്ങളുണ്ടല്ലോ, മീൻ കുഞ്ഞുങ്ങൾ, അത് കിട്ടിയപ്പോൾ അതും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമ്മളെ കൂടെ ബീട്രൂട്ട് ഉപ്പേരി തോരൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്നലത്തെ മീൻകറി, കുറച്ച് മത്തിക്കറി ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് സെറ്റാക്കി. അങ്ങനെ ഒരാൾക്കുള്ള പൊതി ഞങ്ങളിതാ മെല്ലെ ശ്രദ്ധാപൂർവ്വം പൊതിഞ്ഞെടുക്കുക കേട്ടോ. 2 പേര് ഇപ്പം പിടിച്ച് പൊതിയേണ്ടി വന്നു. അപ്പോൾ അത് റബ്ബർ ബാൻഡ് ഇട്ടുന്ന കുറച്ച് കഴിഞ്ഞ് ഇലയുടെ ഒരു വാട്ടിയ ഇലയുടെ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാമെന്ന് ഓർത്തു. അങ്ങനെ അത് കഴിഞ്ഞ് 3 ആൾക്കുള്ള പൊതിച്ചോറും ഒക്കെ പൊതിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അങ്ങനത്തെ ബിഗ് ബോസും കണ്ട് കിടക്കുകയാണ്. ഇന്ന് മാത്രമല്ല, അച്ഛനും ഓഫ് ഡേ കൂടിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും വട്ടം കൂടി ഇരുന്ന് ബിഗ് ബോസ് കണ്ട്. ഇതൊരു നൊസ്റ്റു കേട്ടോ, വീട്ടിലെത്തിയൊരു ഫീലാണ്. ഓഫ് ഡേയുടെ അന്ന് ഇങ്ങനെ ടി വിയും കണ്ട് ഹാളിലെല്ലാവരും കൂടി ചായയും കൂടി കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പം പൊതിച്ചോറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥയിലെ നായകൻ. അപ്പം എന്തായാലും പൊതിച്ചോറൊക്കെ കഴിച്ച് ഹാപ്പിയായി, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.